ഈ ബിസിനസ്സിൽ ജീവനക്കാർക്കൊക്കെ ഇൻസെന്റീവുകൾ കൊടുക്കുന്ന സമയത്ത് അത് കമ്പനിയെ വളർത്തുകയാണോ അതോ കുഴിയിൽ ചാടിക്കുകയാണോ എന്ന് ശരിക്കും ഒന്ന് ശ്രദ്ധിക്കണം. ഇൻസെന്റീവുകൾ കൊടുക്കുമ്പോൾ കോബ്ര എഫക്റ്റ് വരാതെ ശ്രദ്ധിക്കുക. എന്താണ് ഈ ബിസിനസ്സുകാർ അറിഞ്ഞിരിക്കേണ്ട ആ കോബ്ര എഫക്റ്റ് എന്നൊന്ന് നോക്കാം. കാരണം ഇത് ഒരു ചരിത്രപരമായ ഒരു കോൺസെപ്റ്റാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് പണ്ട് ഡൽഹിയിൽ പാമ്പുകളുടെ ശല്യം കൂടിയ സമയത്ത് സർക്കാർ ഒരു വഴി കണ്ടെത്തി. ചത്ത പാമ്പുകളെ കൊണ്ടു കൊടുക്കുന്നവർക്ക് ക്യാഷ് പ്രൈസ്. ആളുകൾ എന്താ ചെയ്തതെന്നുള്ളതാണ് ഇതിൽ രസകരമായിട്ടുള്ള കാര്യം. പണം കിട്ടാനായിട്ട് വീടുകളിൽ പാമ്പ് വളർത്തുക എന്ന് പറയുന്ന പരിപാടി അങ്ങ് തുടങ്ങി. പാമ്പ് വളർത്തി എന്നിട്ട് അതിനെ കൊണ്ടുവന്ന് കൊടുക്കാൻ തുടങ്ങി. സംഗതി കള്ളക്കളിയാണെന്ന് മനസ്സിലാക്കിയ സർക്കാർ എന്ത് ചെയ്യുന്നു വെച്ചാൽ പാരിതോഷികം നിർത്തി. അതോടെ ആളുകൾ എന്ത് ചെയ്തു എന്നുള്ളത് അറിയാം. ഈ വളർത്തിയ മുഴുവൻ പാമ്പുകളെയും റോഡിലേക്ക് തുറന്നു വിട്ടു. ഫലത്തിൽ എന്തുണ്ടായി? പാമ്പുകളുടെ ശല്യം കുറയുന്നതിന് പകരം ഇരട്ടിയായി. ഇത് തന്നെയാണ് പല ബിസിനസ്സുകളിലും നടക്കുന്നത്. സെയിൽസ് ടീമിന് പലപ്പോഴും സെയിൽസ് അതിനെ മാത്രം ബേസ് ചെയ്തിട്ട് ടാർഗറ്റും ഇൻസെൻറ്റീവും തീരുമാനിക്കും. ക്വാളിറ്റി ഇല്ലാത്ത സെയിൽസുകൾ വരും. കളക്ഷൻ, അതായത് കൂടുതൽ കടബാധ്യതകളിലേക്ക് കമ്പനി പിന്നീട് എത്തുന്നു. പേയ്മെൻറ്റ് വരാതെ സെയിൽസ് മാത്രം, ഓർഡർ മാത്രം പോകുന്ന അവസ്ഥ. അതുപോലെ തന്നെ പലപ്പോഴും കസ്റ്റമറുടെ ക്വാളിറ്റി നോക്കാതെ ടെലികോളിംഗ് ടീമിന് കോളിംഗ് കൗണ്ടിനെ മാത്രം ബേസ് ചെയ്ത് ഇൻസെൻറ്റീവ് കൊടുക്കും. അവരിങ്ങനെ ഫോൺ വിളിക്കും, ടാർഗറ്റ് തയ്ക്കും, ബിസിനസ് ഒന്നും വരണം എന്നില്ല. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ തെറ്റായ KPIകൾ, കീ പെർഫോമൻസ് ഇൻഡിക്കേറ്ററുകളും ലക്ഷ്യബോധമില്ലാത്ത ഇൻസെൻറ്റീവുകളും ടീമിനെ കൊണ്ട് ഷോർട്ട് കട്ടുകൾ എടുപ്പിക്കും. അപ്പോൾ അതുകൊണ്ട് ഇൻസെൻറ്റീവ് പ്ലാൻ ചെയ്യുമ്പോൾ അത് കമ്പനിയുടെ യഥാർത്ഥ ഔട്ട്കവുമായിട്ട് കണക്ട് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്തുക. നമ്മുടെ സ്ഥാപനത്തിലെ ഇൻസെൻറ്റീവ് സിസ്റ്റം യഥാർത്ഥത്തിൽ റിസൾട്ട് ആണോ ഉണ്ടാക്കുന്നത്, അതും വെറും കോബ്ര എഫക്റ്റ് ആണോ, ഒന്ന് ചിന്തിക്കുക, പ്രവർത്തിക്കുക. താങ്ക് യു.